ഹലോ, ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പ് ഇലയുടെയാണ്. അതിനായിട്ട് ചേമ്പ് ഞാൻ ഈ പരുവത്തിൽ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഈ പരുവത്തിൽ ചേമ്പ് വേവണം. നിങ്ങൾക്ക് വന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇലിത്തട്ടിൽ ആവി കയറ്റണം. 2 ചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേമ്പ് ഇങ്ങനെ ഇതേ രീതിയിൽ നല്ല ഉടഞ്ഞ പരുവത്തിൽ വേവണം. ഞാനിത് വെള്ളത്തിൽ തന്നെ വേവിച്ചെടുത്തതാണ്, ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. വെള്ളത്തിൽ പരുവത്തിൽ വേവിച്ചെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ ആവി കയറ്റി വേവിച്ചെടുക്കേണ്ടതാണ്. പിന്നെ ചെറിയ ഉള്ളി ഇച്ചിരി വേറെ ആകാം. ഒരു 10 ഉള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. 1 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ഉപ്പ്, നമ്മുടെ ചേമ്പിന് വേണ്ടി ഈ ഒരു ഗ്ലാസ് ഗോതമ്പ് മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ജീരകമുണ്ട്, കറിവേപ്പില. നമ്മളൊന്ന് കുഴയ്ക്കാൻ പോവാണ്. ഉപ്പ് ആവശ്യത്തിന്, നല്ല ജീരകം 1 സ്പൂണ്, വെള്ളം ഒഴിച്ചു കൊടുത്ത് ചപ്പാത്തി പരുവത്തിലാക്കി എടുക്കണം. ഇച്ചിരി നെയ്യ് ചേർത്ത് കൊടുക്കണം. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ പരുവത്തിൽ കുഴച്ച് വെക്കണം. ഇനി നമുക്ക് ഇലയിലോട്ട് പരത്താം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. നെയ്യ് വേണമെങ്കിലും ചേർക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് പരത്താൻ പോകും. ചെറുതായിട്ടൊന്ന് കൈ നനയ്ക്കണം. നല്ല നൈസായിട്ട് ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മടക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അല്പം നെയ്യ് തേച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ചട്ടി മണലായി പോകും. നമ്മൾ ചട്ടിക്കകത്ത് ഇലയുടെ ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചട്ടി മണലായി പോകും. അതുണ്ടാകാതിരിക്കാനാണ് ഞാൻ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇലയുടെ വെച്ച് കൊടുക്കുകയാണ്. ചേമ്പ് ഇലയുടെ ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കാണും വരെ ബൈ ബൈ.